അത്ര പോരാ എന്ന് ആദ്യം തന്നെ തോന്നി. പക്ഷേ അഭിനയത്തിന്റെ ക്ലാസ് പിന്നെയാണ് അറിഞ്ഞത്. ലാൽ മിമിക്രിയിലൂടെ സിനിമയിലേക്ക് എത്തിയ നടനാണ് ലാൽ. റാഞ്ചിറാവു സ്പീക്കിംഗ് എന്ന ചിത്രം സിദ്ദീഖുമൊത്ത് സംവിധാനം ചെയ്ത ലാൽ അഭിനയത്തിലും നിർമ്മാണത്തിലും തന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. സിദ്ദീഖുമായി പിരിഞ്ഞ ശേഷവും അദ്ദേഹം ടു ഹരിഹർ നഗർ, ഇൻഗോസ്റ്റ് ഹൗസിൻ എന്നീ ഹിറ്റുകൾ ഒരുക്കി. സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു വിയറ്റ്നാം കോളനി. മോഹൻലാൽ, കനക, ഇന്നസെന്റ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മോഹൻലാൽ ഈ കൂട്ടുകെട്ടിനൊപ്പം ഒന്നിച്ച ആദ്യ സിനിമയായിരുന്നു. സിനിമയുടെ ഷൂട്ടിന്റെ ആദ്യ ദിനങ്ങളിൽ മോഹൻലാലിന്റെ അഭിനയം തനിക്കും സിദ്ദീഖിനും ഓക്കെയായി തോന്നിയില്ലെന്നും അദ്ദേഹം വെറുതെ ഡയലോഗ് പറയുന്നത് പോലെയാണ് ഫീൽ ചെയ്തതെന്നും ലാൽ പറയുന്നു. എല്ലാ ഷോട്ടിലും അത് പ്രകടമായിരുന്നുവെന്നും എന്നാൽ കുറച്ച് ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷമാണ് ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന തിരിച്ചറിവ് തനിക്കും ഉണ്ടായതെന്നും ലാൽ പറയുന്നു. കണ്ണിന്റെ ചെറിയ ചലനത്തിനെല്ലാം അഭിനയമുണ്ടെന്ന് അന്നാണ് താൻ മനസ്സിലാക്കിയതെന്നും ലാൽ കൂട്ടിച്ചേർത്തു. വിയറ്റ്നാം കോളനി എന്ന സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി മോഹൻലാൽ അത്ര പോരാ എന്ന്. ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അഭിനയം ഇല്ലാത്ത പോലെ. അഭിനയിക്കുകയാണെന്ന് തോന്നണ്ടേ, ഒന്നും ചെയ്യുന്നില്ല, വെറുതെ വന്ന് ഡയലോഗ് പറയുന്നു എന്നൊരു അവസ്ഥ. ഞാനത് സിദ്ദീഖിനോട് പറയുകയും ചെയ്തു. സിദ്ദീഖ് ഒന്നും വരുന്നില്ലല്ലോ, വെറുതെ വന്ന് പറഞ്ഞങ്ങ് പോവുകയാണല്ലോ എന്ന്. സിദ്ദീഖും പറഞ്ഞു അതെ, ഒരു അഭിനയവും ഇല്ല എന്ന്. പക്ഷേ പിന്നെ ആദ്യത്തെ കുറെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത് സിനിമയിൽ അഭിനയിക്കേണ്ടത് അഭിനയിച്ചിട്ടല്ല, അഭിനയിക്കാതെയാണ് അഭിനയിക്കേണ്ടതെന്ന്. കണ്ണിലുള്ള ചെറിയ ചലനത്തിലൊക്കെയാണ് അഭിനയം ഇരിക്കുന്നതെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊക്കെ അഭിനയത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ക്ലാസ് ഒക്കെ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്, ലാൽ പറയുന്നു.